മഹാനായ സയ്യിദുന അഹ്മദ് അൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇഷ്കിന് മുത്തുനബിയോടുള്ള സ്നേഹത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരം പ്രശ്നമല്ലെന്ന് തെളിയിച്ച ആളാണ് ഷെയ്ഖ് റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഒരു ദിവസം മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു തൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് അല്പം കളിമണ്ണിങ്ങനെ എടുത്തു. വീടിൻ്റെ മുമ്പിലുള്ള മണ്ണെടുത്തു. എന്നിട്ട് ആ മണ്ണിൽ ഇങ്ങനെ മുത്തം വെച്ചു. കണ്ടു നിന്നിരുന്ന ആളുകൾ ചോദിച്ചു, അല്ലയോ ഷെയ്ഖ് റിഫായി, നിങ്ങളെന്താണ് മുറ്റത്തെ മണ്ണ് മുത്തുന്നത് എന്ന് ചോദിച്ചു. ഷെയ്ഖ് റിഫായി പറഞ്ഞു, ഞാൻ മുറ്റത്തെ മണ്ണല്ല മുത്തിയത് എന്ന് പറഞ്ഞു. കണ്ടെന്ന ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ ഇവിടുന്ന് എടുക്കണേ, ഞങ്ങൾ കണ്ടല്ലോ എന്ന് പറഞ്ഞു. ഷെയ്ഖ് റിഫായി പറഞ്ഞു റളിയല്ലാഹു അൻഹു, കണ്ടു എന്നുള്ളത് ശരിയായിരിക്കും, പക്ഷേ ഞാൻ മുറ്റത്തെ മണ്ണല്ല മുത്തിയത് എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളേത് മണ്ണാ മുത്തിയെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ഇങ്ങനെ രേശം മണ്ണെടുത്തില്ലേ, ആ മണ്ണ് അതിൻ്റെ അപ്പുറത്തെ മണ്ണും അങ്ങനെ തൊട്ട് നിൽക്കണ മണ്ണാണ്. അതതിൻ്റെ അപ്പുറത്തെ മണ്ണുമ്മ തൊട്ടിട്ടാ നിൽക്കണത്. അതതിൻ്റെ അപ്പുറത്തെ മണ്ണുമ്മ ഇങ്ങനെ പോയാൽ ഈ മണ്ണിൻ്റെ ഒരു തല മദീനയിലെ മണ്ണിൽ തൊട്ട് നിൽക്കുകയാണ്. മദീനയിലെ മണ്ണ് എൻ്റെ ഹബീബിൻ്റെ ശരീരത്തിൽ തട്ടി നിൽക്കുകയാണ്. പുന്നാര നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ തട്ടിയ മണ്ണിൻ്റെ ഒരു തലയിലാണ് ഞാൻ മുത്തിയത്, മുറ്റത്തെ മണ്ണിലല്ല. ഇഷ്കിന് ദൂരം പ്രശ്നമല്ലെന്ന് തെളിയിച്ച ആളാണ് ഷെയ്ഖ് റിഫായി. ഹിജ്റ 500 മഹാനവർകൾ പരിശുദ്ധമായ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ ചെന്നു. റൗളന്റെ അടുത്ത് എന്ന് ഫാത്തിഹ ഓതി ഇഖ്ലാസ് ഓതി ദുആ ചെയ്ത് കഴിഞ്ഞപ്പോൾ മഹാനായ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന് തോന്നി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയൊന്ന് പൊക്കി തന്നാൽ എനിക്ക് ആ കയ്യിലൊന്ന് മുത്താമല്ലോ. അപ്പൊ ഒരു പാട്ട് പാടി. റിഫായി മൗലിദിൽ ആ പാട്ടുണ്ട്, ഫിഹാലത്തിൽ ബുഅദി റൂഹി കുന്തുർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യദീനക കൈ തഹ്ലാ ബിഹാ ശഫതി. പുന്നാര നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, സാധുവായ അഹമ്മദ് എല്ലാ ദിവസവും ഇവന്റെ ആത്മാവിനെ ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട്. നബിയെ, ഇവിടെ വന്ന് ഇവിടത്തെ മണൽ തരികളെ തലോടി എൻ്റെ ആത്മാവ് എന്നും മടങ്ങി വന്ന് ഇവിടത്തെ എല്ലാ വിവരങ്ങളും എനിക്ക് പറഞ്ഞു തരാറുണ്ട്. നബിയെ, ഇന്ന് സാധുവായ അഹമ്മദ് ശരീരത്തോടു കൂടെ ഇവിടെ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ കൈയൊന്ന് നീട്ടിത്തന്നാൽ എനിക്കൊന്ന് മുത്തിക്കൂടെ എന്ന് പറയേണ്ട താമസം പുന്നാര നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം റൗളയിൽ നിന്ന് കൈ നീട്ടിക്കൊടുത്തു എന്നും മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആ കയ്യിൽ മുത്തിയെന്നും 500 സൂഫിയാക്കൾ അന്ന് അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു എന്നും ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ മനാഖിബിൽ ഉണ്ട്. അതുതന്നെ റിഫായി മൗലിദിൽ പറയുകയും ചെയ്തിട്ടുണ്ട്.